അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ കേട്ടറ്റ് പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. കേട്ടറ്റിന്റെ സർവീസിലുള്ള ആളുകൾക്ക് മാത്രമായി നടക്കുന്ന ബാച്ചിന്റെ ആദ്യ ഭാഗത്താണ് നമ്മളുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കൂട്ടത്തിൽ പല തരക്കാരായ ആളുകളുണ്ട്. ഇന്ന് ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം എഴുതിയ ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ തീരെ എഴുതാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും എക്സാം എഴുതിയ ആളുകളിൽ തന്നെ പ്രതീക്ഷയുള്ളവരും ചെറിയ പ്രതീക്ഷയുണ്ട്, പക്ഷെ അഥവാ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന നിലയിൽ വീണ്ടും പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകൾ കൂട്ടത്തിലുണ്ട്. അതേപോലെ മാർക്ക് കുറഞ്ഞു പോയ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അതിൽ തീരെ പ്രിപ്പയർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സാം എഴുതാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കേട്ടറ്റിന്റെ കൃത്യമായ സിലബസ് അനുസരിച്ചുള്ള ഒരു ഓറിയന്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാവരും കേട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും നമുക്കറിയാവുന്ന പോലെ ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാം ആണ്. അതിലിപ്പോ അധ്യാപകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് യഥാർത്ഥത്തിൽ കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നേരത്തെ നമ്മൾ സർവീസിലുള്ള ആളുകളാണ്, പക്ഷെ നമ്മളും ഈ ഒരു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യണം എന്ന നിയമം വന്നതോടുകൂടെ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും നമുക്കിനിത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കിട്ടോ എന്ന ആശങ്കയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് നമ്മൾ ടീച്ചിങ് ഫീൽഡിൽ മാത്രമാണുള്ളത്. എന്നുവെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് വിഭിന്നമായി ഇനി കുറച്ച് സിലബസ് ഓറിയന്റഡ് ആയി നമ്മൾ പഠിക്കുക എന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ടെൻഷൻ ആവാനൊന്നുമില്ല. കാരണം ഫോക്കസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 5-6 വർഷത്തിലധികമായി ഈ ഒരു കോച്ചിങ് ഫീൽഡിലുണ്ട്. ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാ ഇതിനോടകം പല കോമ്പറ്റിറ്റീവ് എക്സാമുകളും, അറബിക്കിലുള്ള പല കോമ്പറ്റിറ്റീവ് എക്സാമുകളും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊരു സഹായകമായി വർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. പൂർണ്ണമായും നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കൊണ്ടോ മാത്രമല്ല, മറിച്ച് നമ്മൾ അതിന് ഏറ്റവും നല്ല രൂപത്തിലുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസ് ഒക്കെ നൽകുന്നു. അതനുസരിച്ച് കൃത്യമായി പഠിതാക്കൾ സന്നദ്ധരാവുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോ ലാസ്റ്റ് കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത് സർവീസിലുള്ള അധ്യാപകരാണ്. ആ നിലക്കാണ് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ അവര് കൃത്യമായി ആ കോഴ്സ് ഫോളോ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫോളോ ചെയ്യാത്ത ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പഠിക്കാനിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ക്ലാസ്സുകൾ അത്ര തന്നെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തു. അപ്പൊ അവര് എക്സാം കഴിഞ്ഞ ശേഷം നൽകിയ ഫീഡ്ബാക്ക് കൂടി അനുസരിച്ചാണ് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നമ്മുടെ കോഴ്സ് കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നേ അല്ല. അതിലൊരു പക്ഷേ ഇനി നമുക്ക് പഠിക്കാൻ കഴിയോ ഇല്ലേ എന്ന ആശങ്കകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊന്നും വിഷയമല്ല. നിങ്ങൾ കുറച്ച് സമയം ഇനി നമ്മോടൊപ്പം ചെലവഴിക്കണം. ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് നമ്മൾ. എന്നാലും നമ്മൾ വിചാരിച്ചാൽ കുറച്ചൊക്കെ സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെ, അത് നമ്മുടെ പൊതുവെയുള്ള അവസ്ഥയാണ്. ഒരുപാട് തിരക്കുകൾ സ്കൂളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ അതിനിടയിൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേകമായ ഫംഗ്ഷൻ വരികയാണ്. ഒരു വിവാഹം വരുന്നു, മകളുടെ ഒരു വിവാഹം വരുന്നു, അല്ലെങ്കിൽ മകന്റെ വിവാഹം വരുന്നു, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോൾ വീടിന്റെ ഒരു വീട് കൂടൽ വരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾ നമ്മൾ അതിനും മാറ്റിവെക്കും. അതോടൊപ്പം നമ്മുടെ
ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഈ ഒരു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ഏറ്റവും നല്ല ഒരു മാർഗം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ സഹായകമായിട്ടുള്ള ഒരു അക്കാദമിയിലാണ് അൽഹംദുലില്ലാ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ ഇത്തവണ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് റിസൾട്ട് ഉണ്ടാകാൻ ഉതകുന്ന രൂപത്തിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകളും അതേപോലെ തന്നെ മറ്റു മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം പഠിക്കാനും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഓറിയന്റേഷൻ സെഷനിലൂടെ മനസ്സിലാക്കിയ പോലെ നമുക്ക് ഈ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ അഥവാ അറബിക്കിലാണ് നമ്മൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അറബിക് പഠിതാക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിൽ കാറ്റഗറി 3 അതേപോലെ തന്നെ കാറ്റഗറി 4 ഈ രണ്ട് ഭാഗങ്ങളിലേക്കും നോക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൂടുതലായിട്ടും കാറ്റഗറി 4 നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. രണ്ടും കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അഥവാ രണ്ടിനും അപ്ലൈ ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോ രണ്ടിന്റെയും സിലബസ് കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് സിലബസും പരിശോധിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു അറബിക് കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന നിലയിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇത്രയും ഏരിയയാണ്. എന്ന് വെച്ചാൽ അതിൽ ആദ്യ ഭാഗം കുറച്ച് കൂടുതൽ വരുന്ന ഒരു ഏരിയയാണ്. എന്നാൽ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്ന ഭാഗമാണ്. അതായത് താരീഖുൽ അദബിൽ അറബി എന്ന് വെച്ചാൽ അറബിക് ഭാഷയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനുള്ള മിനിമം യോഗ്യതയാണ് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് നമ്മൾ നേടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് ഒന്ന് അറബിക് ലിറ്ററേച്ചർ, അറബി സാഹിത്യത്തിന്റെ ചരിത്രമാണ് പഠിക്കാനുള്ളത്. ഏകദേശം ഒരു 1600 1700 വർഷങ്ങളോളമുള്ള അറബി സാഹിത്യത്തിന്റെ വളർച്ചയിൽ വന്നിട്ടുള്ള ഓരോ കാലഗണനക്കനുസരിച്ചിട്ടുള്ള ചരിത്രം. അപ്പൊ അതില് ഡീറ്റെയിൽ ആയിട്ടൊന്നും കേട്ടറ്റിന് നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടതില്ല. എന്നാൽ ഓരോ കാലഘട്ടത്തിലും സാധാരണഗതിയിൽ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല നോട്ട്സും ക്ലാസ്സുകളുമാണ് നമ്മുടെ മുമ്പിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത്തെ ഭാഗം അറബി ഭാഷയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഏത് ഭാഷയും കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവും. അപ്പൊ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അറബിക് ഗ്രാമർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോ അതാണ് ഇൽമുൻ നഹവ് എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇൽമുൽ ബലാഗ വൽ അറൂദ്, അറബിക് റിട്ടോറിക് ആൻഡ് പ്രോസഡി എന്ന് വെച്ചാൽ റിട്ടോറിക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അലങ്കാര ശാസ്ത്രം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രോസഡി അഥവാ ഇൽമുൽ അറൂദ് എന്ന് പറഞ്ഞാൽ അറബിക് കവിതാ ശാസ്ത്രമാണ്. അറബിക് കവിതാ ശാസ്ത്രം. പിന്നെ അൽ അദബുൽ അറബി അൽ ഹിന്ദി എന്ന് വെച്ചാൽ അറബിക് ലിറ്ററേച്ചർ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ തന്നെ കേരളത്തിലാണ് നമ്മൾ. അപ്പോൾ കേരളത്തിലെ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഒക്കെ നമുക്കറിയുന്നത് തന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുക എന്നുള്ളത് അവിടെ ആവശ്യമുള്ളൂ. അതായത് ഇപ്പോൾ മുഹയ്യുദ്ദീൻ ആലുവായി, അതേപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, അതേപോലെ സൈനുദ്ദീൻ മഖ്ദൂം അസ്വഗീർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതാനും ചില ആളുകളെ കുറിച്ചാണ് സാധാരണ നമുക്ക് ചോദ്യങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ അടുത്തത് തുറുഖു തദ്രീസ് എന്ന് വെച്ചാൽ ടീച്ചിങ് മെത്തഡോളജിയാണ്. അപ്പൊ നമ്മൾ അധ്യാപകരാണ്. അപ്പോ ആ ഒരു അധ്യാപക ബോധന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അത് അറബിയിലാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്ന് മാത്രം. അതിൽ അറബിക് പെഡഗോജി എന്ന് പറയുന്ന ഭാഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് അത്തർജുമ, ട്രാൻസ്ലേഷൻ അങ്ങനെ ആഴത്തിലൊന്നും നമുക്ക് സാധാരണ ചോദ്യം വരാറില്ല. എന്നാൽ ഇപ്പോ ഈ ഒരു സമീപകാലത്ത് എന്തായിരുന്നാലും ഇപ്പോൾ 2
3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പരിചയം ഉണ്ടെങ്കിൽ തന്നെ ആൻസർ ചെയ്യാവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത്. ഏതാണ് നിങ്ങൾക്ക് അതിലും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അറബിക് GK ആണ്, അൽ മാലൂമാത്ത് അൽ ആമ്മ എന്ന് വെച്ചാൽ അറബ് ലോകവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ധാരണ ഓൾറെഡി നമുക്ക് ഉണ്ടാവും. അതൊന്നുകൂടെ ഒന്ന് പുതുക്കിയെടുക്കുക, ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കുക, ഒരു കോർവയോടുകൂടി നമ്മൾ ആ വിഷയങ്ങളൊന്ന് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ ഇതിലെല്ലാം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതേപോലെ ഇതുവരെ നടന്ന കേട്ടിട്ട് ക്വസ്റ്റ്യൻസിനെയൊക്കെ അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ലഭിക്കുക. അപ്പോൾ ഒക്കെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മതി. ഇനി ഇതിൽ കുറച്ച് കൂടുതലായി വരുന്ന ഭാഗം എന്ന് പറയുന്നത് താരീഖുൽ അദബുൽ അറബി എന്ന് പറയുന്ന ആദ്യ ഭാഗമാണ്. അപ്പൊ അത് നമുക്ക് ഇത്രയും ഭാഗങ്ങളിലെ ലിറ്ററേച്ചറിന്റെ ചരിത്രമാണ് പഠിക്കാനുള്ളത്. അതായത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത്, അൽ അദബുൽ അറബി ഫിൽ അസ്റിൽ ജാഹിലി. അപ്പോ ആ ജാഹിലി കാലഘട്ടം മുതൽ അഥവാ പ്രീ ഇസ്ലാമിക് പീരീഡ് മുതൽക്ക് ഇങ്ങോട്ടുള്ള അറബി സാഹിത്യത്തിന്റെ ചരിത്രമാണ്. അപ്പൊ അതിൽ ജാഹിലി കാലഘട്ടത്തിലെ അറബി സാഹിത്യം, പിന്നെ തൊട്ടടുത്ത കാലഘട്ടം ഇസ്ലാമിക കാലഘട്ടമാണ്. ആ ഇസ്ലാമിക കാലഘട്ടത്തിന്റെ തന്നെ ഒരു അനുബന്ധം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാലഘട്ടമാണ് ഉമവി കാലഘട്ടം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രവാചകരുടെ കാലശേഷം 4 ഖലീഫമാരുടെ കാലഘട്ടം, അതിൽ അവസാനത്തെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന് ശേഷം ഉള്ള പിന്നെ പീരീഡാണ് ഉമവി കാലഘട്ടം. എന്ന് വെച്ചാൽ മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ആണ് മുഅസ്സിസു അൽ ഖിലാഫത്തുൽ ഉമവി, ഉമവി ഖിലാഫത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോടു കൂടി ആരംഭിച്ച് അഥവാ ഹിജ്റ 41 ആരംഭിച്ചു ഹിജ്റ 132 വരെയുള്ള കാലഘട്ടം, അതാണ് ഉമവി കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത കാലഘട്ടം അബ്ബാസി കാലഘട്ടമാണ്. അറബി സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അസ്റുദ്ദഹബി, സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ അടുത്തത് അതിന് സമാന്തരമായി തന്നെ അബ്ബാസി കാലഘട്ടത്തിന് സമാന്തരമായി തന്നെ സ്പെയിനില് അറബി സാഹിത്യത്തിന് കുറച്ച് വളർച്ചയുണ്ടായിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പൊ അവിടെ ഉള്ള ചില പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചും അവരുടെ ചില കൃതികളെ കുറിച്ച് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആവശ്യമില്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ അടുത്തത് അൽ അദബുൽ അറബി ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടം. ആധുനിക കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതിലും കുറച്ചൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതായത് ഇപ്പൊ മൻഹുവ ഷാഇറുൻ നീൽ, അതേപോലെ മൻഹുവ അമീർ ഷുഅറാ അല്ലെ, ഇതിന്റെയൊക്കെ ഉത്തരം നമുക്കറിയാം. അഥവാ ഹാഫിദ് ഇബ്രാഹിം, പിന്നെ അഹമ്മദ് ഷൗഖി അല്ലെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാർ. അതുപോലെ പ്രവാസ സാഹിത്യം അഥവാ അദബുൽ മഹ്ജർ എന്ന ഭാഗവും ഈ ഒരു മോഡേൺ പീരീഡിലാണ് വരുന്നത്. അപ്പൊ അതിലാണ് ഇപ്പോ ജുബ്രാൻ, ഖലീൽ ജുബ്രാൻ, മീഖായിൽ നുഐമ, ഈലിയ അബു മാലി തുടങ്ങിയിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ വരുന്നത്. അവരെയൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ വരുന്നത് മോഡേൺ പീരീഡിലാണ്. പിന്നെ ഈ അറബി സാഹിത്യത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യക്കാരെന്ന നിലയിൽ ഇന്ത്യൻ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഇത്രയുമാണ് നമുക്ക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ എക്സാമുകളിലൊക്കെ അഥവാ പ്രത്യേകിച്ച് കേട്ടറ്റ് എക്സാമിലൊക്കെ വരാറുള്ളത്. ഈ ഏരിയകളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നർത്ഥം. അപ്പൊ അതില് നമ്മളിപ്പോ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന് സിലബസ് ഇതേപോലെ കൃത്യമായി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന ഒരു ധാരണ നമുക്കുണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇതുവരെ വന്ന PYQകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ചിട്ടാണ് ഓരോ ഏരിയയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുക. അപ്പോൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഇന്നതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോ ഭാഗവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് ലഭിക്കുക. അതോടൊപ്പം പിന്നെ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഒന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി നോക്കേണ്ടതുണ്ട് എന്നുള്ളത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ ഈ അവസാനം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൃത്യമായി അനാലിസിസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോകുന്നതിലപ്പുറം അതുമായി റിലേറ്റഡ് ആയ
നാം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാല എല്ലാ ബാച്ചുകളും നമ്മൾ ചെയ്തു പോരുന്ന ഒരു രീതിയാണിത്. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ കൃത്യമായി നമുക്ക് എന്താണ് ഈ കേട്ടറ്റ് എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതെങ്ങനെയാണ് നമ്മൾ അതിനെ പിന്നെ നോക്കി കാണേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കൂടെയാണ് ഈ ഒരു സെഷൻ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇൻഷാല്ല അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യനിൽ അഥവാ ഇപ്പൊ കാറ്റഗറി 3-ഉം കാറ്റഗറി 4-ഉം ഈ 2 ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. അതിലിപ്പോ ജാഹിലി, ഇസ്ലാമി, ഉമവി കാലഘട്ടങ്ങളിലെ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ചോദ്യം കാണിക്കും. ആ ചോദ്യം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന ആദ്യ ചോദ്യം. അപ്പൊ ഇത് ഒരുപാട് തവണ ഓൾറെഡി കണ്ട ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അല്ലെ? ഈ ഒരു പിന്നെ പോയിന്റ് അറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ചിലപ്പം ഒരു പക്ഷേ അത് ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതീതിയുള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും. ഓക്കെ, അപ്പോ എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പോ എല്ലാ ക്ലാസ്സുകളും ഏകദേശം അറേഞ്ച് ചെയ്തതും ഇതേ രൂപത്തിലാണ്. എന്ന് വെച്ചാൽ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും ക്ലാസ്സിൽ. അതല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അത് എന്തിനും ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇത് പിന്നെ നമുക്ക് ഒരു പാഠഭാഗം വായിക്കുന്നതിനേക്കാളും നമ്മുടെ മനസ്സിൽ ഇത് പതിയാൻ സഹായകമാവും. അതോടൊപ്പം ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. അത് പ്രത്യേകം എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ്. ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ സാധാരണ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന്റെ അത്ര തന്നെ ഇഫക്റ്റീവ് നമുക്ക് സാധാരണ ക്ലാസ്സുകൾ കിട്ടാറില്ല. എന്നാൽ നിങ്ങൾ കൃത്യമായി നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫ്ലൈനായി പങ്കെടുക്കുന്ന അതേ പ്രതീതിയിലൂടെ ഈ ക്ലാസ്സുകൾ ശ്രവിക്കാനും ഫോളോ ചെയ്യാനും സാധിക്കും. അതിനുകൂടെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതെങ്ങനെ നിങ്ങൾ ഒരു ക്ലാസ് ഇങ്ങനെ കേൾക്കുന്ന രൂപം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ചോദ്യം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഓപ്ഷൻ വായിക്കുകയും നിങ്ങൾക്ക് ആ സമയത്ത് ഏതാണോ ആൻസർ ആയി തോന്നുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചാറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇത് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇനി വരാനിരിക്കുന്ന ലൈവ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഈ രൂപത്തിൽ സമീപിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. കാരണം ഇപ്പൊ നമ്മളൊരു ലൈവില് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 1.25-1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചില വിഷയങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്. അപ്പൊ അത് നമ്മൾ പിന്നെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്കത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 90% നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മൾ അറ്റൻറ്റീവായി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? വായിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിയാലൊന്നും കുഴപ്പമില്ല. തെറ്റിയാൽ നമുക്കവിടെ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ അത് നിൽക്കാൻ സഹായകമാവുകയുള്ളൂ. അപ്പൊ ആരും ടെൻഷൻ ആവുന്നു വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോ ഒന്നാമത്തെ ചോദ്യം, ഷാഇറുൻ ജാഹിലിയുൻ യുറഫു ബി അൽ മലിക്കുൽ വലീൽ. അൽ മലിക്കുൽ വലീൽ എന്ന പേരിൽ പ്രസിദ്ധി നേടിയിട്ടുള്ള ജാഹിലി കവി ആരാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആൻസറുകൾ വരുന്നുണ്ട്. ഇവിടെ 4 ഓപ്ഷൻ ആണുള്ളത്. സുഹൈർ ബിൻ അബി സുൽമ, അമ്ർ ബിൻ കുൽസൂം, തൊറഫത്ത് ബിൻ അബ്ദ്, ഇമ്രുൽ ഖൈസ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ ആർക്കെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാൽ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇമ്രുൽ ഖൈസ് ആണ് ഇതിന്റെ ആൻസർ അല്ലെ? അപ്പോ ഇമ്രുൽ ഖൈസിന് ഇതേപോലെ ചില ലക്കബുകളുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ആ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അമീർ ഷുഅറാ ഫിൽ അസ്രിൽ ജാഹിലി എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഇമ്രുൽ ഖൈസ്. അതേപോലെ തന്നെ അൽ അമീർ ത്വരീദ്, പിന്നെ അൽ മലിക്കുൽ ലലീൽ, ദുൽ ഖുറൂഹ്, ഇങ്ങനെ ചില ലക്കബുകളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മലിക്കുൽ ലലീൽ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു രാജ കുടുംബത്തിൽ പെട്ട ആളാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് അവിടുത്തെ അന്നത്തെ 2 പ്രധാനപ്പെട്ട കബീലകളുടെ രാജാവായിരുന്നു. ഓക്കെ, ഇമ്രുൽ ഖൈസിന്റെ പിതാവ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം മലിക് എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ ഒരു
രാജാവിന്റെ മകനായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന് ആ രാജാവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ പിതാവിന്റെ വീട്ടിൽ അങ്ങനെ കൂടുതൽ കാലം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ പിതാവ് ഇദ്ദേഹത്തിന്റെ പിന്നെ തോന്നിയ രൂപത്തിലുള്ള ജീവിതം കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മലിക്കുൽ അലീൽ എന്ന ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ വരിക. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. ഷാഇറുൻ യുഅറഫു ബി സ്വന്നാജത്തിൽ അറബ്. സ്വന്നാജത്തുൽ അറബ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള കവി ആരാണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. ഓക്കെ, ആൻസർ വരുന്നുണ്ട്, എന്നാലും കുറച്ച് ആളുകൾ കൂടി ആൻസർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകം ഓർത്ത് വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇവിടെ തെറ്റി എന്ന് വിചാരിക്കുക നിങ്ങളിപ്പോ ആൻസർ ചെയ്യുമ്പോൾ. അപ്പൊ ചിലർക്കുള്ള ഭയം എന്താ വെച്ചാൽ ഇവിടെ ചാറ്റ് ബോക്സിൽ ഞാനിപ്പോ അയച്ചാൽ തെറ്റിയാൽ ഈ ലൈവിലുള്ള ആളുകളൊക്കെ കാണുകയില്ലേ എന്നായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലൈവിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഫീ അടച്ച് ജോയിൻ ചെയ്ത ആളുകളാണ്. അപ്പോ നിങ്ങളുടേത് തെറ്റിയാൽ അവരുടേത് തെറ്റിയാൽ നിങ്ങളും കാണും എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, കാരണം അവരും നമ്മളൊക്കെ ഇവിടെ തുല്യരാണ്. നമ്മളൊക്കെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണം എന്ന രൂപത്തിലാണ് ഇവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. ഇതൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ആരും ഇവിടെ ജോയിൻ ചെയ്യൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ തെറ്റിയാൽ ഒരു കുഴപ്പമില്ല. എന്നാലോ നമ്മളിനിപ്പോ കേട്ടിട്ട് എഴുതുന്ന വിവരം മിക്കവാറും പലർക്കും അറിയും, ഒരു പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിന് പോലും അറിയും, അല്ലെ? നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയും, നമ്മുടെ സ്റ്റാഫിലുള്ള ആളുകൾക്ക് അറിയാം, അതേപോലെ തന്നെ മറ്റു പല ആളുകൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇപ്പൊ അറിയായിരിക്കും. ഇനി നമ്മൾ കേട്ടിട്ട് എഴുതി എന്നിട്ട് ആ സമയത്ത് സ്വാഭാവികമായിട്ടും എഴുതുന്നത് അറിഞ്ഞ നമ്മളോട് കുടുംബക്കാരായ ആളുകൾ, അല്ലെ, നമ്മൾ എഴുതുന്നുണ്ട് എന്നറിഞ്ഞ ആളുകളൊക്കെ നമ്മോട് ചോദിക്കും എന്തായി എന്ന്. അപ്പൊ ആ സമയത്ത് നമ്മൾ കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും, അല്ലെ, നമ്മൾ എക്സാം ഹാളിൽ നമുക്കിപ്പോ ഒന്നും തെറ്റാതെ ആൻസർ ചെയ്യാൻ നമുക്ക് ഒരുപക്ഷെ ഇവിടെ കുറച്ച് തെറ്റിയാൽ അത് സഹായകമാവുമെങ്കിൽ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ ഒരു ലൈവ് ക്ലാസ്സിനെ കാണേണ്ടതുള്ളൂ. ഇവിടെ തെറ്റിക്കോട്ടെ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. കാരണം തെറ്റിയാൽ ഇത്രയും ആളുകൾക്കിടയിൽ ഒരു ആൻസർ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ മറക്കൂല. അത് നമ്മൾ പോസിറ്റീവായി കാണാം. ആ മറക്കാത്ത കാര്യം ഒരുപക്ഷെ എക്സാമിന് അതേപോലെ ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതവിടെ ഹൈറായി മാറും. ഓക്കെ, അപ്പം അങ്ങനെ വേണം നിങ്ങൾ ഓരോ ലൈവ് സെഷനെയും നോക്കിക്കാണാൻ കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇത്രയും കാലത്തെ ഒരുപാട് ആളുകൾക്ക് പല ബാച്ചുകളിലായി, ഇപ്പൊ PSC, അതേപോലെ നെറ്റ്, സെറ്റ്, ഇതിലൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഇതേപോലുള്ള ഫീഡ്ബാക്ക് കൂടി നമ്മൾ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഒരു റെക്കോർഡ് ക്ലാസ് മാത്രം കേൾക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് മാത്രം വായിക്കുന്നതിലുപരി ഇതേപോലുള്ള ലൈവ് ക്ലാസ്സുകൾ അറ്റൻറ്റീവായി പങ്കെടുത്ത ആളുകൾക്കൊക്കെ അതിൻ്റെതായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അത് സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഇനി നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ വീട്ടില് ഫ്രീ ആണെങ്കിൽ, അതെ, ക്ലാസ് അങ്ങനെ കേട്ടിട്ട് അവിടെ തുറന്നു വെച്ച് വേറെ ജോലിയുള്ള ആളുകൾ ഉണ്ടാവും, ആ ജോലിക്കിടയിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളോടല്ല, നമ്മൾ അല്പം ഫ്രീ ആയിട്ട് ഇതിനു വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ അവിടെ ആൻസർ ആയി തോന്നുന്നത് അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് പലരും. ശരിയാണ്, അൽ ആയിഷ എന്ന് പറയുന്ന ആൻസർ ആണ്. എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ് ഇദ്ദേഹം, അൽ ആയിഷ. മൈമൂൻ ഇബ്നു ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, യഥാർത്ഥ പേര്. ഇദ്ദേഹത്തിന് കാഴ്ച ശക്തി കുറവായിരുന്നു, ജന്മനാ തന്നെ അന്ധനായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് കാരണമാണ് ഇദ്ദേഹത്തിന് ആയിഷ എന്ന ഈ പേര് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അതോടുകൂടെ ഇവിടെ ഇപ്പൊ അന്നാബിഗ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ലബീദ് ഇബ്നു റബീഅ എന്ന് പറയുന്ന കവിയുണ്ട്. ഇവരൊക്കെ ജാഹിലി കാലഘട്ടത്തിലെ പ്രസിദ്ധരായ കവികൾ തന്നെയാണ്. പിന്നെ അബുൽ അലാ ഉൽ മഅരി എന്ന് പറയുന്നത് പിന്നെ അബ്ബാസി കാലഘട്ടത്തിലെ കവിയാണ്, അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഇഖ്തർ അത്തസ്രീഹ് അസ്സഹീഹ് മിനൽ മജ്മുഅത്തിൽ ആത്തിയ. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? താഴെ അവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ശരി ഉണ്ടാവുള്ളൂ. അത് ഏതാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ആൻസർ ചെയ്യുക. ഓക്കെ, ഇവിടെ പല ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പല ഓപ്ഷൻസ് വന്നാലും അതിലിപ്പോ തെറ്റിയ ആളുകൾ, അവരെയാണ് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നത്. എന്താ വെച്ചാൽ തെറ്റോ എന്ന് ഭയം ഉണ്ടെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്തു എന്നുള്ളത്, അത് തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്.
ഓക്കെ, യെസ്. അപ്പോ നോക്കാം നമുക്ക് ഇനി ആൻസർ. ഇവിടെ ഇപ്പോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തൊറഫത്ത് ബിൻ അബ്ദ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ അബുൽ അസ്വദ് ദുവലി ഷാഇറുൻ ജാഹിലിയുൻ. അപ്പൊ അതോടൊപ്പം പറയാനുള്ളത് വെച്ചാൽ ഇത് ഈ എക്സാമിനല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ജൂൺ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യവും കൂടെയാണ്. അപ്പൊ ഞാനിതിവിടെ ഒരു ചോദ്യം വരുന്ന രൂപം മനസ്സിലാക്കാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന ഒരു ചോദ്യവും കൂടെ ഇവിടെ കൊടുത്തു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നോക്കൂ, അബുൽ അസ്വദ് ദുഅലി അദ്ദേഹം ഷാഇറുൻ ജാഹിലിയുൻ എന്നാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. അത് ശരിയല്ല. അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്നത് പിന്നെ ഇസ്ലാമിക കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഷാഇർ തന്നെയായിരുന്നു. അതോടൊപ്പം ഇൽമുൻ നഹ്വിന്റെ വാല്യ എന്ന പേരിൽ കൂടി അറിയപ്പെട്ട ആളാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോ അദ്ദേഹം ഷാഇറുൻ ജാഹിലി എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, ഇനി അടുത്തത് അൽ ഹാരിസ് ഇബ്നു ഹല്ലിസ ഷാഇറുൻ അബ്ബാസിയുൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ശരിയല്ല. അദ്ദേഹം ജാഹിലി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ്. എന്നുവെച്ചാൽ ജാഹിലി കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധമായ കവിതകളാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. മുഅല്ലഖാത്തിന്റെ ആളാണ് ആര്? ഹാരിസ് ഇബ്നു ഹല്ലിസ. ഓക്കെ, അപ്പോ അദ്ദേഹം ജാഹിലി കവിയാണ് എന്നുള്ളതാണ് വരേണ്ടത്. ഇനി അടുത്തത് തൊറഫത്ത് ബിൻ അബ്ദ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്. തൊറഫത്ത് ബിൻ അബ്ദ് മുഅല്ലഖാത്തിന്റെ ആളുകളിൽപ്പെട്ട ആളാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത്. പിന്നെ അടുത്തത് അൻതറത്ത് ബിൻ ഷിദ്ദാദ് ഖതീബുൻ മഷ്ഹൂർ എന്നാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത്. അദ്ദേഹം പ്രസിദ്ധനായ ഒരു ഖതീബായിരുന്നു. അദ്ദേഹം ഖതീബല്ല, മറിച്ച് പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു ജാഹിലി കാലഘട്ടത്തില്. അതേപോലെ തന്നെ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ വരുന്ന ആളുമാണ്. എന്നുവെച്ചാൽ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കവിയാണ് ജാഹിലി കാലഘട്ടത്തിലെ ആര്? അൻതറത്ത് ബിൻ ഷിദ്ദാദ് അൽ അബസി. ഓക്കെ, അപ്പൊ അവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? തൊറഫത്ത് ബിൻ അബ്ദ് ബിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ വരാറുള്ളത്. അപ്പോ മാഹുവ അൽ അസ്റുൽ ജാഹിലി എന്ന് ചോദിച്ചാലോ? മാഹു അൽ അസ്റുൽ ജാഹിലി, ജാഹിലി കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് കാലഘട്ടമാണ്? അസ്റുൽ ഇസ്ലാമി, അൽ അസ്റുൽ ലദി സബഖൽ ഇസ്ലാം, അൽ അസ്റുൽ അബ്ബാസി, അൽ അസ്റുൽ ഉമവി. ഓക്കെ, സിമ്പിൾ ആണല്ലേ ചോദ്യം. അൽ അസ്റുൽ ലദി സബഖൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലെയാണ് സാധാരണ ജാഹിലി കാലഘട്ടം എന്ന് പറയാറുള്ളത്. ഓക്കെ ഓക്കെ, എന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്, ഏതുവരെയാണെന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലൂടെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ചോദ്യം, ഈ ഒരു 2025 തന്നെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. കാറ്റഗറി 3ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇഖ്തരി തസ്രീഹ് അസ്സഹീഹ് മിനൽ മജ്മൂഅ ലാത്തിയ. കണ്ടോ, കഴിഞ്ഞ ആ ചോദ്യത്തെ പോലെ തന്നെ ചോദിച്ച ഒരു ചോദ്യം. ചെറിയ ചില മാറ്റങ്ങൾ ഇവിടെ വരുത്തിയെന്നേ ഉള്ളൂ. ഖുസ്ബിൻ സാഇദ് അൽ ലിയാദി ആഷഫിൽ അസ്ൽ അബ്ബാസി അൽ ഹാരിസ് ബിൻ ഹല്ലിസ ഷാഇറുൻ ഉമവി ഇമ്രുൽ ഖൈസ് ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് അൽ ഖൻസാ മിൻ അശ്ശുറാഇൽ മുഖ്ലറമീൻ. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഇവിടെ എല്ലാവരും ആൻസർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ശരിയാണ്, ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ അൽ ഖൻസാ മിൻ അശ്ശുറാഇൽ മുഖ്ലറമീൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ബാക്കിയുള്ളതൊക്കെയോ? ഖുസ്ബിൻ സായിദ് അൽ ലിയാദി ആഷഫിൽ അസ്ൽ അബ്ബാസി എന്നാണ് അവിടെ കൊടുത്തത്. അദ്ദേഹം ഖുസ്ബിൻ സായിദ എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു ഖത്തീബായിരുന്നു. പ്രസിദ്ധനായ ഒരു ഖത്തീബാണ്. അതോടൊപ്പം അദ്ദേഹം കവിയാണ്. എന്നാൽ ഖുത്ബയിലാണ് അദ്ദേഹം ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഒരു ഖത്തീബ് എന്ന അർത്ഥത്തിലൊക്കെയാണ് സാധാരണ സിലബസിൽ പഠിക്കാനുണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ജാഹിലി കാലഘട്ടക്കാരനാണ്. ആഷഫിൽ അസ്രിൽ ജാഹിലി എന്നാണെങ്കിലാണ് അത് ശരിയാവുക. ഓക്കെ, ഇനി അടുത്തത് അൽ ഹാരിസ് ഇബ്നു ഹല്ലിസ അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഷാഇറുൻ ഉമവി എന്നുള്ളത് ശരിയല്ല. കാരണം അദ്ദേഹം ഷാഇറുൻ ജാഹിലിയുൻ അല്ലെ, ജാഹിലി കവിയാണ്. മാത്രമല്ല മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് അല്ലെ, മുഅല്ലഖാത്തിന്റെ ആളുകളിൽപ്പെട്ട ആൾ കൂടിയാണ്. പിന്നെ അടുത്തത് ഇമ്രുൽ ഖൈസ് ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് എന്നാണ് കൊടുത്തത്. അപ്പൊ അതെന്തായിരുന്നാലും ശരിയല്ല, അതെല്ലാവർക്കും അറിയും അല്ലെ. അദ്ദേഹം മുഅല്ലഖാത്തിൽ പെട്ട ആളാണ്. ഇവിടെ ലൈസ എന്നുള്ള ആ പദം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇമ്രുൽ ഖൈസ് എന്നും അസ്ഹാബുൽ മുഅല്ലഖാത്ത് മാത്രം കാണുമ്പോൾ അതന്നെയാണല്ലോ ശരി എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ ആയിരിക്കും നമ്മൾ ആൻസർക്കൊക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക.
എന്തേ പട തെറ്റാൻ കാരണം? ഇമ്രുൽ ഖൈസ് മുഅല്ലഖാത്തിൽപ്പെട്ട ആളെന്നല്ലേ എന്ന് നോക്കുമ്പോൾ അവിടെ ചോദിച്ചത് എന്താണ്, അല്ലെങ്കിൽ പറഞ്ഞത് എന്താണ്? ഇമ്രുൽ ഖൈസ് ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത് എന്നാ. ഇമ്രുൽ ഖൈസ് മുഅല്ലഖാത്തിൽ പെട്ട ആളല്ല എന്നാണ് കൊടുത്തത്. അപ്പൊ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലെ? പിന്നെയോ അടുത്ത സ്റ്റേറ്റ്മെന്റോ, അൽ ഖൻസാ മിന ഷുറാഇൽ മുഖ്ലറമീൻ. ഖൻസാ മുഖ്ലറമൂൻ കവികളിൽ പെട്ട ആളാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത്. അതാണ് ഇപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്. കാരണം മുഖ്ലറമൂൻ കവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, എന്നാലും അറിയാത്തവരെ അല്ലെങ്കിൽ മറന്ന ആളുകളൊക്കെ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് മാത്രം പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചു, അക്കാലഘട്ടത്തിൽ കവിതകൾ രചിച്ചു. എന്നിട്ട് പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി ലഭിച്ചു. അങ്ങനെ പ്രവാചകർ പ്രബോധനവുമായി ഇറങ്ങി. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ച് അറിവത്തിൽ മുന്നോട്ട് പോയി. അപ്പൊ അതിൽ ഇതേപോലെ ചില കവികളും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ആര്? ഖൻസാ. അപ്പൊ അവര് ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷവും എന്ത് ചെയ്യുന്നുണ്ട്? കവിതകൾ പാടുന്നുണ്ട്. എന്നാൽ ചില ആളുകളുണ്ട്, ചില കവികളുണ്ട്, അവര് ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നീട് എന്ത് ചെയ്തിട്ടില്ല? കവിതകളൊന്നും പാടിയിട്ടില്ല. ഏതുപോലെ ഇപ്പോ ലബീദ് ബിൻ റബിയ, അദ്ദേഹം പ്രസിദ്ധനായ ഒരു കവിയാണ്. അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ വരെ വരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഈ മുഅല്ലഖാത്തിൽ വരുന്ന ആളാണെങ്കിൽ പോലും ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നീട് എന്ത് ചെയ്തിട്ടില്ല? കവിതകൾ രചിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ലബീദ് ബിൻ റബിയ. ലബീദ് ബിൻ റബിയ ഇസ്ലാം സ്വീകരിച്ച ശേഷം ആകെ ഒരു വരി കവിത മാത്രമേ പാടിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വരിയാണ്. ആ ഒരൊറ്റ വരി മാത്രമേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം പാടിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു മുഖ്ലറമൂൻ കവികളിലെ അദ്ദേഹത്തെ എണ്ണപ്പെടുന്നില്ല. കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നതുകൊണ്ട് ജാഹിലി കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഭാഷാപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു മുഖ്ലറം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് കാലഘട്ടത്തിലും ജീവിച്ചു എന്ന അർത്ഥത്തിൽ. എന്നാൽ രണ്ട് കാലഘട്ടത്തിലും ജീവിച്ചാൽ മാത്രം പോരാ, രണ്ട് കാലഘട്ടത്തിലും കവിത കൂടി രചിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അദ്ദേഹം ഷാഇറുൻ മുഖ്ലറമുൻ എന്ന അർത്ഥത്തിലേക്ക് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ ഷാഇറുൻ മുഖ്ലറം എന്ന് പറയുന്ന ഗണത്തിലേക്ക് വരണമെങ്കിൽ രണ്ട് കാലഘട്ടത്തിലും കവിതകൾ രചിക്കുക കൂടി വേണം. അങ്ങനെ വരുന്നത് ആരാണ്? ഖൻസാ. അപ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും ശരിയല്ല. ഓക്കെ, ഇനി അടുത്തത് അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗൽ അറബിയ. അറബി ഭാഷയിൽ ആദ്യമായി രചിക്കപ്പെട്ട ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. അസ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഐൻ കലീല വദിംന അൽ ഖുർആൻ അൽ കരീം. ഓക്കെ, ഏകദേശം എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്, അല്ലെ? അൽ ഖുർആൻ അൽ കരീം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിലിപ്പോ ചിലപ്പോ ഇതിലിപ്പോ ഓപ്ഷനിൽ ചിലപ്പോൾ വരാറുള്ളത് അൽ മുഅല്ലഖാത്തു സബഅ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. മുഅല്ലഖാത്തു സബഅ. അതിപ്പോ മുമ്പ് ഇതേപോലെ അറബിക് ലിറ്ററേച്ചറിൽ തന്നെ ഡിഗ്രിയും PG ഒക്കെ ഉള്ള ഒരാള് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ രൂപത്തിലൊരു ചോദ്യം വന്നപ്പോ, നെറ്റ് എക്സാമിന് വന്നപ്പോ അവിടെ മുഅല്ലഖാത്തു സബഅ എന്ന് അദ്ദേഹം ആൻസർ നൽകിയതായി പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ, നമുക്കറിയാം ഖുർആൻ എന്ന് പറയുന്നത് ഇസ്ലാമിക കാലഘട്ടത്തിൽ പ്രവാചകർക്ക് വഹയി ലഭിച്ച ശേഷമാണ് ഖുർആൻ ഇറങ്ങുന്നത്. പിന്നെയാണല്ലോ അത് ക്രോഡീകരിക്കുന്നത്. എന്നാൽ മുഅല്ലഖ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലുണ്ട്? ജാഹിലി കാലഘട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതല്ലേ ആദ്യം എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ അതന്ന് ഉണ്ടെങ്കിലും അന്നവർ അത് സൂക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? അന്നത്തെ വിജ്ഞാനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അവർ വാമൊഴിയായിട്ടാണ്. എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? അവരുടെ ശിഷ്യന്മാർക്ക്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവരത് ഹൃദിസ്ഥമാക്കും. പിന്നെ അവരുടെ അടുത്ത തലമുറയിലേക്ക് ഇതേപോലെ പകർന്നു കൊടുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്തത്? അന്നത്തെ കവിതകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ അത് പിൽക്കാലഘട്ടത്തിൽ അബ്ബാസി കാലഘട്ടത്തിലൊക്കെയാണ് അത് എന്ത് ചെയ്യണത്? സമാഹരിക്കുന്നത്. ഓക്കെ, അപ്പോ മുഅല്ലഖാത്ത് ആദ്യമായി ക്രോഡീകരിച്ചിട്ടുള്ളത് ആരാണ്? ഹമ്മാദുർ റാവിയ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ പിന്നെ അക്കാലഘട്ടത്തിൽ കവിതകളൊക്കെ ഉണ്ടെങ്കിലും അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അത് ക്രോഡീകരിക്കപ്പെട്ടത് പിൽക്കാലഘട്ടത്തിലാണ്. എന്നാൽ
അറബി ഭാഷയിൽ ആദ്യമായി ഒരു മുസ്ഹഫിനുള്ളിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? അൽ ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആനാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഡാഷ് മിൻ കുത്താബിൽ വഹി എന്ന് വെച്ചാൽ വഹി എഴുത്തുകാരിൽ പെട്ട ആളായിരുന്നു താഴെ കൊടുത്തതിൽ ആരോ ഒരാള്. സെയ്ദ് ബിൻ ഹാരിസ, സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ ഖത്താബ്, സെയ്ദ് ബിൻ അർഖം. സെയ്ദ് ബിൻ അർഖം, അങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ഓക്കെ, ഏകദേശം ഇതെല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, സെയ്ദ് ബിൻ സാബിത്ത്. അപ്പൊ ഈ നമുക്ക് ജാഹിലി കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇസ്ലാമിക കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലെ. ഇപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമ്മൾ കണ്ടു. ഇനി ആ ഖുർആൻ അപ്പോ അതിന്റെ ക്രോഡീകരണം, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പോ പ്രധാനമായും 2 ഖലീഫമാരുടെ കാലഘട്ടത്തിലായിട്ടാണ് ഖുർആൻ ക്രോഡീകരണം നടന്നത്. ഒന്ന് ആദ്യ ക്രോഡീകരണം, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. പിന്നെ പിൽക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു. അപ്പോ അനറബികളായ ആളുകളും അറബി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അവര് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന രംഗത്തൊക്കെ ചില തെറ്റുകൾ എന്ത് ചെയ്തു? കാണാൻ തുടങ്ങി. അപ്പൊ അതിങ്ങനെ വർദ്ധിച്ചു വന്നപ്പോ എന്ത് ചെയ്തു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്യുന്നത്? അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ആ മുസ്ഹഫിൽ നിന്ന് എന്ത് ചെയ്യുക? വ്യത്യസ്ത കോപ്പികൾ എടുത്ത് അത് പ്രധാനപ്പെട്ട അന്നത്തെ ഏകദേശം 7ഓളം രാജ്യങ്ങളിലേക്ക്, അതിൽ ഒന്ന് അവിടെ തന്നെ വെച്ച് ബാക്കി 6 രാജ്യങ്ങളിലേക്കായിട്ട് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനിച്ച് അങ്ങനെ ആ ഒരു കർമ്മം, ആ ഒരു കൃത്യം നിർവഹിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ആ 2 കാലഘട്ടത്തിലും, അഥവാ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കാനും പിന്നീട് അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കോപ്പിയെടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാനും ഒക്കെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഈ പറയപ്പെട്ട ആളാണ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇദ്ദേഹമല്ലാത്ത പലരും ഇതേപോലെ പ്രവാചകർക്ക് ലഭിക്കുന്ന വഹയികൾ എഴുതി വെച്ചിരുന്ന മഹാന്മാരായ സ്വഹാബികളുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലെ. അതോടുകൂടെ ആ ഒരു ഖുർആൻ ക്രോഡീകരണത്തിൽ അതിന് നേതൃത്വം വഹിച്ച ആളാണ് ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ഒരു വഹി എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇനി അടുത്ത ചോദ്യം, ലൈസ മിനൽ ഹദീസ് അന്നബവി. അപ്പൊ ഇനി ഖുർആനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ഇനി പരിചയപ്പെടാം. ഇനി ഈ ഭാഗത്ത് ചോദ്യം വരുന്ന മറ്റൊരു ഭാഗമാണ് ഇത്, ഹദീസുമായി ബന്ധപ്പെട്ട ഭാഗം. ഓക്കെ, ഖുർആനും ഹദീസും. അപ്പൊ അതിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഭാഗം. അതിലിപ്പോ ഇവിടെ നോക്കൂ, ലൈസ മിനൽ ഹദീസ് നബവി. ഹദീസുൻ നബവിയിൽ അഥവാ ഹദീസിൽ പെടാത്തത് ഏതാണ്? പ്രവാചക ഹദീസുകളിൽ പെടാത്തത്, അഥവാ പ്രവാചകന്റെ ചര്യ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പെടാത്തത് ഇപ്പൊ ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. അതിലിപ്പോ ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ നിർവചനം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹദീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്ത കാര്യങ്ങൾ. പ്രവാചകരുടെ ഖൗല്, ഫിഅല്, പിന്നെ തഖ്രീർ, അംഗീകാരം. എന്നുവെച്ചാൽ ഒന്നുകിൽ പ്രവാചകർ ചെയ്ത കാര്യമാവാം. ഇതിപ്പം നിസ്കാരം, അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് പ്രവാചകർ കൃത്യമായി നിസ്കരിച്ചങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തിന് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പ്രവാചകരുടെ പ്രവർത്തനത്തിലൂടെ, ആ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് മാതൃകയാണ്. അതേപോലെ അവിടുത്തെ കൽപ്പനകളുണ്ട്, അതും നമുക്ക് എന്താണ്? ഇതേപോലെ ഹദീസാണ്. പിന്നെ പ്രവാചകരുടെ അംഗീകാരം എന്നുവെച്ചാൽ പ്രവാചകരുടെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു സ്വഹാബി എന്തെങ്കിലും ചെയ്തു, അപ്പൊ അത് പ്രവാചകർ എന്ത് ചെയ്തു? അതിനെ പ്രത്യേകിച്ച് വിലക്കിയൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആ കാര്യം പ്രശ്നമല്ല എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള പ്രവാചകരുടെ അംഗീകാരം, ഇതൊക്കെയാണ് ഹദീസിന്റെ പരിധിയിൽ വരുന്നത്. പിന്നെ മറ്റു ചില നിർവചനങ്ങൾ കാണാം, പ്രവാചകരുടെ സിഫത്ത് അല്ലെ, അതും പ്രവാചക ഹദീസിന്റെ കൂട്ടത്തിലാണ് എണ്ണ. എന്നാൽ ഖൗലു സ്വഹാബ, മഹാന്മാരായ സ്വഹാബത്തിന്റെ വാചകങ്ങൾ, അതിപ്പോ ഹദീസുൻ നബവി എന്ന ഗണത്തിൽ ഉൾപ്പെടില്ല. ഓക്കെ, അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് സ്വഹാബികളുടെ വാചകങ്ങൾ എന്ന നിലയിൽ. കാരണം പ്രവാചകർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ ഒരു ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ എന്ത് ചെയ്യുക? പിൻപറ്റുക.
എന്ന് പ്രത്യേകം പ്രവാചകർ പറഞ്ഞ വാചകം കാണാം. അവരുടെ വാചകങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അത് ഹദീസുൻ നബവി എന്ന ആ ഒരു തലത്തിലേക്ക് വരികയില്ല. അപ്പോൾ അവിടെ ഹദീസുൻ നബവി എന്ന് വരുന്നതിൽ ഖൗലുൻ നബിയ്യ്, ഫിഅലുൻ നബിയ്യ്, തഖരീറുൻ നബിയ്യ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മാ ഹുവൽ ഹദീസ് മുത്തഫഖ് അലൈഹി. ഹദീസിന്റെ ഭാഗത്ത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒന്നാണ് മുത്തഫഖുൻ അലൈഹി എന്നുള്ള പ്രയോഗം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലെ? സിമ്പിൾ ആണത്. അപ്പോ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ആശ്വാസവും കൂടിയാണ് അല്ലെ? നമുക്ക് കുറച്ചൊന്ന് നോക്കിയാൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ കേട്ടറ്റിന് വരാറുണ്ട്. എന്നാൽ എല്ലാം ഇങ്ങനെയെന്നല്ല അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലിപ്പോ കുറച്ച് ഭാഗങ്ങൾ എന്തായിരുന്നാലും നമ്മൾ നോക്കേണ്ടി വരും. എന്നാലും ഒരുപാട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടൊന്നും നമുക്ക് എന്തായിരുന്നാലും കിട്ടൂല എന്ന രൂപത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണയൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. മാ റവാഹുൽ ബുഖാരി വൽ മുസ്ലിം. ബുഖാരിയും മുസ്ലിമും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അവക്കാണെന്ന് പറയുന്നത് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ രണ്ടുപേരും ഒരേ ഹദീസ് എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു. അപ്പോ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എങ്കിൽ, അങ്ങനെ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണെങ്കിൽ അതിനെന്ത് പറയും? മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയാ. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താ? മൻ അല്ലഫ ഫത്ഹുൽ ബാരി ഷറഹ് സ്വഹീഹുൽ ബുഖാരി. എന്ന് വെച്ചാൽ ഹദീസ് ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ഇപ്പൊ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം എന്ന പേരിലൊക്കെ അറിയപ്പെട്ട ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിക്ക് ഒരുപാട് ഷറഹുകളുണ്ട്. ഒരുപാട് ഷറഹുകൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷറഹാണ് ഇത്, ഫത്ഹുൽ ബാരി. ഇതാരാണ് രചിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചോദ്യം. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. ഏകദേശം എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ എ തന്നെയാണ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഓക്കെ, ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനി അതേപോലെ അതേ ചോദ്യം നോക്കൂ, തൊട്ട് മുമ്പ് നടന്ന, അഥവാ കഴിഞ്ഞ ജൂൺ 2024 ഒരു എക്സാമിനേഷൻ ഇങ്ങനെയാണ് ചോദിച്ചത്, കിതാബുൻ ഫി ഷറഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ് ഏതാണ്? അതെ, ഓപ്ഷൻ സി ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടു, ഫത്ഹുൽ ബാരിയാണ്. അപ്പൊ അവിടെ ഫത്തഹ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് ശരിക്ക് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനൊക്കെ കൊടുത്തു പോകും. ഫത്ഹുൽ മുഈൻ, അൽ ഫത്ഹുൽ മുബീൻ എന്നുള്ളതൊക്കെ. അതൊന്നും അല്ല, മറിച്ച് ഫത്ഹുൽ ബാരിയാണ് സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ് എന്ന് പറയുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണത് രചിച്ചിട്ടുള്ളത്. ഓക്കെ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി രചിച്ച ഗ്രന്ഥമാണ് ഈ ഒരു സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ് എന്ന് പറയുന്നത്. ഇനി അടുത്തതൊരു ഹദീസ് ഗ്രന്ഥമാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, കിതാബ് അൽ മുവത്ത. അൽ മുവത്ത എന്ന് പറയുന്നത് അതിന്റെ ഓദർ ആരാണ്? മുഅല്ലിഫുഹു അൽ ബുഖാരി, അത്തുർമുദി, അന്നസായി, അൽ ഇമാം മാലിക് ഇബ്നു അനസ്. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. യെസ്, അതെ, ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലെ, അൽ ഇമാം മാലിക് ഇബ്നു അനസ്. ഇമാം മാലിക് ഇബ്നു അനസ് ആണ് അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുഅല്ലിഫ്. അപ്പൊ അത് ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഹദീസിലെ ഇൽമുൽ ഹദീസിലെ ആദ്യത്തെ ഒരു ഷാമിലായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇമാം മാലിക്കിന്റെ മുവത്തയാണ്. ഓക്കെ, അതിനു മുമ്പ് തന്നെ ഹദീസ് ക്രോഡീകരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും, എന്നുവെച്ചാൽ ഇമാം മാലിക് ഇബ്നു അനസിന്റെ ഗുരുനാഥനായിട്ടുള്ള ഇബ്നു ഷിഹാബ് അസ്സുഹരി അദ്ദേഹമൊക്കെ ഹദീസ് ക്രോഡീകരണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും, ഒരു ഏകദേശം ഒരു ഷാമിലായ രൂപത്തിൽ ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ, ഹദീസ് ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അപ്പോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടൊക്കെ സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹം നമുക്കറിയാം അൽ ഇമാമുദാരിൽ ഹിജ്റ,
എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. ഏതാണ് ദാറുൽ ഹിജ്റ എന്ന് പറയുന്നത്? അതെ, പ്രവാചകർ ഹിജ്റ പോയ സ്ഥലം മദീനയാണ്. മദീനയില് അവിടെ മസ്ജിദുൻ നബവിയിൽ ഒരുപാട് കാലം ഹദീസ് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ് ഇമാം മാലിക് ഇബ്നു അനസ്. അതുകൊണ്ട് തന്നെയാണ് ഇമാമുദാരിൽ ഹിജ്റ എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അക്മിൽ അൽ ഫറാഗ്. ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗം, ഒരു ഹദീസിന്റെ ഭാഗമാണ്, അതിൽ നിന്ന് ചെറിയൊരു ഭാഗം ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിമ്പിളായ ഒരു ചോദ്യമാണ്. ഇതിവിടെ ഈ കാറ്റഗറി 4 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവും കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ കേട്ടറ്റിൽ ഉണ്ടാവാറുണ്ട്. അതായത് ഖുർആനുമായി ബന്ധപ്പെട്ടും ഹദീസുമായി ബന്ധപ്പെട്ടും. ഖുർആനിൽ നിന്ന് വളരെ സിമ്പിളായ ചില ആയത്തുകൾ എടുത്തു കൊടുത്തിട്ട് അത് ഇതേപോലെ ചിലപ്പോൾ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഹദീസുമായി ബന്ധപ്പെട്ടും വളരെ ഷായി ആയിട്ടുള്ള പ്രവാചക വചനങ്ങൾ, ആ വചനങ്ങൾ പിന്നെ ഇതേപോലെ ചെറിയ ഏതെങ്കിലും പദങ്ങൾ വിട്ടുപോയ രൂപത്തിൽ കൊടുത്തിട്ട് എന്നിട്ടത് ഫില്ല് ചെയ്യാനൊക്കെ സാധാരണഗതിയിൽ വരാറുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് നോക്കൂ, ഇർഹമു മം ഫിൽ അർളി ഡാഷ് മം ഫിസ് സമാ എന്നാണ്. യർഹംഹും യുഹിബ്ബുഹും യർഹംകും യർഹമൂക്കും. അത് നമ്മൾ എപ്പോഴും കേട്ടൊരു ഹദീസാണ്. അപ്പൊ ഇതിങ്ങനെ ചിലപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നും. അല്ലെ? അപ്പം കറക്റ്റ് ആൻസർ, അതെ, ഇവിടെ ഏകദേശം എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ സി ആണ്. എന്ന് വെച്ചാൽ യർഹംകും മം ഫിസ് സമാ, ഇർഹമു മം ഫിൽ അർളി യർഹംകും മം ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവിൻ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന പ്രവാചകരുടെ അതിമഹത്തായ ഒരു ഹദീസാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യമായി വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നോക്കൂ, തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിനേഷന് കാറ്റഗറി 4 തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇതായിരുന്നു. കമാ വറദ ഫിൽ ഹദീസ് നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. പ്രവാചകരുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണത്. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അധികം ആളുകളും വഞ്ചിതരാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ഇവിടെ ആ രണ്ടും ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? അൽ ഇൽമു വൽ ഫറാഗ്, അൽ ഇൽമു വസ്സിഹ, അസ്സിഹത്തു വൽ അഖൽ, അസ്സിഹത്തു വൽ ഫറാഗ്. ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അല്ലെ, അസ്സിഹത്തു വൽ ഫറാഗ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവുമെങ്കിലും ചോദ്യം ഇതേപോലെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസി അസ്സിഹത്തു വൽ ഫറാഗ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇതും അതേ വർഷം തന്നെ ചോദിച്ചതാണ്. വസ്തഈനു ബിസ്സബ്രി വ ഡാഷ് വഇന്നഹാ ലകബീറത്തുൻ എന്നാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അപ്പോൾ ഇവിടെ ഏതാണ് വിട്ടുപോയ പദം എന്നാണ്? അസ്സക, അസ്സബ, അസ്വലാ, അസ്വാലിഹാത്ത്. ഓക്കെ, അതെ, ഓപ്ഷൻ സി ആണ്. അസ്വല, വസ്തഈനു ബിസ്സബ്രി വസ്വലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ വചനവും കൂടിയാണിത്. ഓക്കെ, അപ്പോ സിമ്പിൾ ആയ ഇത്തരം ചോദ്യങ്ങളൊക്കെ സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പൊ ആരും ടെൻഷൻ ആവുന്നും വേണ്ട. നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനോട് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ ടഫ് ഉള്ളതും കൂടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. അതനുസരിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അക്മിലിൽ ആയ. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു അല്ലെങ്കിൽ ആയത്ത് ഫില്ല് ചെയ്യാൻ തന്നെ വന്നൊരു ചോദ്യമാണ്. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തു എന്ന് മാത്രം.
ഇവിടെ നോക്കൂ, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി ഡാഷ് എന്നാണ്. ഇൻദ കുല്ലി ഡാഷ് സ്വലാ, ഇബാദ, മസ്കൻ, മസ്ജിദ്. ആദം സന്തതികളെ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ ധരിക്കുക. എവിടുന്ന്? സ്വല എന്നാണോ, ഇബാദ എന്നാണോ, മസ്കൻ എന്നാണോ, മസ്ജിദ് എന്നാണോ? നമ്മൾ ആലോചിച്ച് നമ്മളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കിതിൽ ഏകദേശം എല്ലാം സ്യൂട്ടായിട്ട് തോന്നും. പക്ഷെ ഇത് എന്തുമായി, പിന്നെ ഏതുമായി ബന്ധപ്പെട്ടാണ് ഖുർആനിൽ വന്നത് അല്ലെങ്കിൽ ഈ ആയത്തിൽ വന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതെല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ ഡി ആണ്. ഇൻദ കുല്ലി മസ്ജിദിൻ എന്നാണ്. എല്ലാ സുജൂദിന്റെ വേളയിലും എന്നും പറയാം. അതല്ല, നിങ്ങൾ പള്ളിയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പോ ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള ഒരു ആയത്താണ്. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇനി അപ്പോ നമ്മളിപ്പോ കുറച്ച് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് ഖുർആനുമായി ബന്ധപ്പെട്ട്, ഹദീസുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ഇനി ഇതിന്റെ മറ്റു പല രൂപത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിനി ഈ ഒരു ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഏകദേശം നമുക്കൊക്കെ അറിയുന്ന, മിക്കവാറും നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഇസ്ലാമിക് ലിറ്ററേച്ചറിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ നോട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തന്നെ വേണം. അപ്പോഴേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അഷ്ഹറു ഷുഅറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുവെച്ചാൽ പ്രവാചകരുടെ കവികളിൽപ്പെട്ട ഏറ്റവും അഷ്ഹറായ ഒരാള് താഴെ കൊടുത്തതിലുണ്ട് അല്ലെ. പ്രവാചകന്റെ കവികൾ എന്ന രൂപത്തിൽ ചില കവികൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അബൂ നുവാസ്, അൽഖമത്തുൽ ഫഹൽ, ഹസ്സാൻ ഇബ്നു സാബിത്ത്, അൽ ഖൻസാ. ഓക്കെ, എല്ലാ എക്സാമിനും നന്നോണം ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണിത്. ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഇതിപ്പോ ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. അതും കാറ്റഗറി 3ക്ക് ചോദിച്ച ചോദ്യവും കൂടിയാണ് ഇപ്പത്, അല്ലെ. അപ്പോ ഷാഇറുൻ നബി, അതേപോലെ ഷാഇറുർ റസൂൽ എന്ന് പ്രത്യേകമായി തന്നെ അറിയപ്പെട്ട ഒരാൾ കൂടിയാണ് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത്. അപ്പോ പ്രവാചകരുടെ കവികൾ എന്ന പേരിൽ തന്നെ, അല്ലെങ്കിൽ പ്രവാചകരെയും ഇസ്ലാമിനെയും സേവിച്ച കവികൾ എന്ന പേരിൽ തന്നെ ചില കവികളുണ്ട്. അതിൽ തന്നെ പ്രവാചകന്റെ കവി എന്ന രൂപത്തിൽ തന്നെ അറിയപ്പെട്ട ആളാണ് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇതേ ചോദ്യം, അതായത് കാറ്റഗറി 3ക്ക് ചോദിച്ചത് എന്താ വെച്ചാൽ അവിടെ അഷ്ഹറു ഷുഅറാ ഉൻ നബി എന്ന് ചോദിച്ചപ്പോ ഇവിടെ ചോദിച്ചത് നോക്കൂ, അഷ്ഹറു ഷുഅറാ ഉൽ മുഖ്ലറമീൻ ലുഖിബ ബിശാഇരിർ റസൂൽ എന്നുവെച്ചാൽ മുഖ്ലറമൂൻ കവികളിൽ ഏറ്റവും അഷ്ഹറായിട്ടുള്ള ആള് ഷാഇറുർ റസൂൽ എന്ന് ലഖബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കവി ആരാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. ആരാണ്? ഒരു സംശയവും ഇല്ല അല്ലെ. ഇവിടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. അപ്പോ ഇതിലിപ്പോ മുഖ്ലറമൂൻ കവികളിൽപ്പെട്ട ഏറ്റവും പ്രസിദ്ധനായ ആൾ എന്ന് പറഞ്ഞു. അപ്പൊ മുഖ്ലറമൂൻ കവികളിൽപ്പെട്ട 2 പേർ കൂടി ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. ആരൊക്കെയാണത്? ഒന്ന് അൽ ഹുത്വൈ, അതേപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ. ഇവരും മുഖ്ലറമൂൻ കവികളിൽപ്പെട്ട ആളാണ്. ആരാണ് മുഖ്ലറം കവി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിക്കുകയും 2 കാലഘട്ടത്തിലും കവിതകൾ രചിക്കുകയും ചെയ്ത ആൾക്കാണ് സാധാരണഗതിയിൽ എന്ത് പറയാ? മുഖ്ലറം കവി എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇതിൽ ഓപ്ഷൻ ബി നേരത്തെ നമ്മൾ വേറൊരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കുകയുണ്ടായി അല്ലെ. എന്തായിരുന്നു അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നത്? സ്വന്നാജത്തുൽ അറബ് എന്നാണ്. സ്വന്നാജത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ വാനമ്പാടി എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം. അറബികളിലെ വാനമ്പാടി എന്ന രൂപത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് ആര്? ആയിഷ. ഓക്കെ, ആയിഷ അഥവാ മൈമൂൻ ഇബ്നു ഖൈസ്. യെസ്, അപ്പോ ഇതേപോലെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇതിലിപ്പോ ഏറ്റവും പ്രസിദ്ധരായ മുഖ്ലറമുൻ കവികളിൽപ്പെട്ട ആളുകളാണ് ഇപ്പോ ആരൊക്കെ? ഹസ്സാൻ ഇബ്നു സാബിത്ത്, കഅബ് ഇബ്നു സുഹൈർ, അൽ ഹുത്വൈഅ, അൽ ഖൻസാ. ഇവരൊക്കെ ഏറ്റവും പ്രസിദ്ധരായ മുഖ്ലറമുൻ കവികളാണ്. സാധാരണ ഇവരെ കുറിച്ച് തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ 4 പേരെയും
ഒന്ന് ഓർത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇനി വേറൊരു ചോദ്യം നോക്കൂ. ഇതേ എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ് കാറ്റഗറി 4-ൽ. ലൈസ മിൻ ഷുഅറാഇർ റസൂൽ എന്നുവെച്ചാൽ പ്രവാചക കവികളിൽ പെടാത്തത് താഴെ കൊടുത്തതിൽ ആരാണെന്നാണ്. കഅബ് ഇബ്നു മാലിക്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, കഅബ് ഇബ്നു അഷ്റഫ്, ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചിലർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എന്തിനാണ് ഇപ്പൊ ഇത്രയൊക്കെ വിശദീകരിച്ച് പറയേണ്ടത്, വളരെ സിമ്പിൾ ആയല്ലേ എന്ന് തോന്നുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ കൂട്ടത്തില് കുറെ ടച്ചൊക്കെ വിട്ട ആളുകളുണ്ട്. അപ്പൊ എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവുക. അപ്പോൾ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ ഇതൊരു റിവിഷനായി കണ്ടാൽ മതി. ഓക്കെ, യെസ്, ആൻസറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതില് പല ആൻസറും വന്നിട്ടുണ്ട്. ഏതായാലും ഇതൊരു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ കഅബ് ഇബ്നുൽ അഷ്റഫ് ആണ്. അദ്ദേഹം, ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് പ്രവാചകരെ ഏറ്റവും അധികം ശക്തമായ രൂപത്തിൽ ഹിജാ ചെയ്ത അഥവാ ആക്ഷേപ കാവ്യം നടത്തിയിട്ടുള്ള ആളാണ്. ഇസ്ലാമിനെതിരെ, പ്രവാചകർക്കെതിരെ വളരെ മോശമായ രൂപത്തിലൊക്കെ കവിതകൾ രചിച്ചിട്ടുള്ള ആളാണ് ആര്? കഅബ് ഇബ്നുൽ അഷ്റഫ്. ഓക്കെ, ഒരു ജൂതനായ കവിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ പ്രവാചകരെ അതേപോലെ ഇസ്ലാമിനെ പിന്നെ സേവിച്ച കവികളാണ്. കവിതയിലൂടെ ഇസ്ലാമിനെയും പ്രവാചകരെയും സഹായിച്ച ആളുകളാണ് ആര്? കഅബ് ഇബ്നു മാലിക്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഹസ്സാൻ ഇബ്നു സാബിത്ത് തുടങ്ങിയിട്ടുള്ള കവികളെല്ലാം. ഓക്കെ, ഇനി വേറൊരു ചോദ്യം നോക്കൂ. താരീഖുൽ അദബിൽ അറബി ലിമൻ ഹാദൽ കിതാബ് എന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതില് അറബിക് ലിറ്ററേച്ചർ അത് എഴുതിയിട്ടുള്ള, അതിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ ചോദിച്ചത്? താരീഖുൽ അദബിൽ അറബി എന്ന് വെച്ചാൽ അറബിക് ലിറ്ററേച്ചർ ചരിത്രം. അതൊരു പുസ്തകത്തിന്റെ പേരാണ്. അതേ പേരിൽ ചില ഗ്രന്ഥങ്ങളുണ്ട്, താരീഖുൽ അദബിൽ അറബി എന്ന പേരിൽ തന്നെ. അപ്പൊ അത് ഏതാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. അത് ഈ താഴെ കൊടുത്തതിൽ ആർക്കാണ് ആ രൂപത്തിലുള്ള ഗ്രന്ഥമുള്ളത് എന്നാണ്. ഓക്കെ, പലരും ആൻസർ ചെയ്യുന്നുണ്ട്. എ ബി സി ഡി ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, യെസ് യെസ്, ഓപ്ഷൻ എ ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് പറയാവുന്നത്, അഹമ്മദ് ഹസൻ സയ്യാത്ത്. അതോടൊപ്പം ഇതേ പേരിൽ താരീഖുൽ അദബുൽ അറബി എന്ന പേരിൽ തന്നെ ഗ്രന്ഥം എഴുതിയ ആളാണ് ആര്? ഓപ്ഷൻ ഡിയും ഉമർ ഫറൂഖ്. ഈ രണ്ടു പേർക്കും ഇതേ രൂപത്തിലുള്ള ഗ്രന്ഥമുണ്ട്. അപ്പൊ രണ്ടുപേരും വന്നതുകൊണ്ട് ശരിക്ക് ഈ രണ്ട് ഓപ്ഷൻ ആൻസർ ചെയ്താലും കറക്റ്റ് ആവണം. ഇനിയിപ്പോ എന്താണ് ആൻസർ കീ വരുന്നത് എന്ന് അറിയില്ല. അപ്പോ യഥാർത്ഥ ആൻസർ കീ ഇപ്പൊ വന്നിട്ടില്ല. ശരിക്കും അത് ഈ രണ്ടാളുകളും ഇതേ രൂപത്തിൽ തന്നെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇനി ശരിക്കും ഈ 4 ആളുകൾക്കും എന്തുണ്ട്? ഈ ഒരു അറബിക് ലിറ്ററേച്ചറിന്റെ ചരിത്രം എഴുതിയ ഗ്രന്ഥമുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു പുസ്തകത്തിന്റെ പേരിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് രണ്ടുപേരുടേത് ഇതേ പേര് തന്നെയാണ്. പിന്നെ ഓപ്ഷൻ ബി ജോർജ് സൈദാൻ, അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണെന്നറിയോ? ജോർജ് സൈദാന്റെ ഗ്രന്ഥത്തിന്റെ പേര് താരീഖു ആദാബിൽ ലുഗ അൽ അറബിയ എന്നാണ്. താരീഖു ആദാബിൽ ലുഗ അൽ അറബിയ എന്നാണ്. ഏകദേശം 3 വാള്യങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. താരീഖുൽ അദബുൽ അറബി എന്ന വിഷയം തന്നെയാണ്. പക്ഷെ ഗ്രന്ഥത്തിന്റെ പേര് താരീഖു ആദാബിൽ ലുഗ അൽ അറബിയ എന്നാണ്. അപ്പൊ അതും ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ മുസ്തഫ സ്വാദിഖ് അർ-റാഫിഈ, അദ്ദേഹത്തിനുമുണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ ഗ്രന്ഥം. അതിന്റെ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ താരീഖു ആദാബിൽ അറബ് എന്നാണ്. താരീഖു ആദാബിൽ അറബ്, അതാണ് മുസ്തഫ സ്വാദിഖ് അർ-റാഫിഈയുടെ ഗ്രന്ഥത്തിന്റെ പേര്. ഓക്കെ, ഇതൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു ചോദ്യം, അതോടൊപ്പം ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തെ അവസാനത്തെ ചോദ്യം കൂടിയാണ്. അഥവാ ഉമവി കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താ ചോദിച്ചത്? ലൈസ മിൻ ഷുഅറാഇൻ നഖാഇൽ, ഷുഅറാഉൻ നഖാഇദിൽ പെടാത്തത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്.
ജരീർ, അഖ്ത്വൽ, ഫറസ്ദഖ്, ജമീൽ ബുസൈന. ഓക്കെ, ആൻസർ വരട്ടെ. അതെ, ഏകദേശം എല്ലാവരും ഒരേ ആൻസർ ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ജമീൽ ബുസൈന. ജമീൽ ബുസൈന. അപ്പോ ആദ്യത്തെ 3 പേരെ ഏകദേശം എല്ലാവരും കേട്ട ആളുകളായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ആൻസർ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇപ്പം നഖായിൽ എന്ന് പറഞ്ഞു. അത് അറിയുന്ന ആളുകൾ ഉണ്ടാവും, അറിയാത്ത ആളുകൾ ഉണ്ടാവും. എന്താണ് ഇപ്പൊ ഈ നഖായിൽ എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മള് ഈ കവിതകൾ ഓരോ ഷുറാക്കളും രചിക്കുന്നത് വ്യത്യസ്ത ഗർളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ വ്യത്യസ്ത ഒബ്ജക്റ്റീവ് ഓരോ കവിതകൾക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ ചിലരെന്ത് ചെയ്യും, ആരെങ്കിലും ഒക്കെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് കവിത എഴുതും. ചിലപ്പോ ആരെങ്കിലും ഒക്കെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് കവിത എഴുതും. അതേപോലെ തന്നെ ഹിജാഗ്, ആക്ഷേപ കാവ്യം എഴുതും. പിന്നെ ഫഹ്റിന് വേണ്ടിയിട്ട് കവിത എഴുതും. ഒന്നുകിൽ തന്നെ അല്ലെങ്കിൽ തന്റെ കബീലയെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് കവിത എഴുതുന്ന കവികളുണ്ട് അല്ലെ. ആ രൂപത്തിൽ ചിലപ്പോൾ കവിത എഴുതാറുണ്ട്. അപ്പൊ ഇതേപോലെ പല കർളുകൾക്ക് വേണ്ടിയിട്ടാണ് കവിത എഴുതുന്നത്. അതിലിപ്പോ ആക്ഷേപ കാവ്യം, ആ ആക്ഷേപ കാവ്യത്തിന്റെ ഏറ്റവും ഒരു ഉയർന്ന തലമാണ് ഇപ്പൊ ഈ നഖായിദിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. നഖായിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഖണ്ഡനമാണ്, ഖണ്ഡകാവ്യം. ഷിഅറുൻ നഖായിൽ എന്ന് പറഞ്ഞാൽ ഖണ്ഡകാവ്യം എന്നർത്ഥം. ഖണ്ഡനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാള് ഒരു കാര്യം പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് മറ്റൊരാൾ പറയാം അല്ലെ. ഇപ്പൊ ഒരു വിഭാഗം ഒരു പ്രസംഗം നടത്തിയാൽ അതിനെ എതിർ വിഭാഗം എന്ത് ചെയ്യും, തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗണ്ണിച്ചുകൊണ്ട് മറുപടി പറയാം. അതിനാണ് ഗണ്ണനം എന്ന് സാധാരണ പറയാം. അതേപോലെ കവിതയിലൂടെ എന്ത് ചെയ്യുക, ഗണ്ണിക്കുക. അതാണ് ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. അപ്പൊ അതില് അതൊരു കലയായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ഉമവി കാലഘട്ടത്തിലാണ്. ഈ 3 ആളുകളാണ് അതിന്റെ ആളുകൾ. ആരൊക്കെ? ജരീറും അഖ്ത്വലും ഫറസ്ദഖും. ഓക്കെ, അതിൽ തന്നെ ജരീറും ഫറസ്ദഖും തമ്മിൽ ആണ് ഏറ്റവും കൂടുതൽ കാലഘട്ടം നീണ്ടു നിന്നിട്ടുള്ളത്. ഏകദേശം 40-45 വർഷത്തോളം അവർ തമ്മിലുള്ള ഈ ഒരു ഖണ്ഡകാവ്യം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. ആലോചിച്ചു, എത്ര വർഷമാണ് നീണ്ടു നിന്നത്? 40-45 വർഷം. ഓക്കെ, അതേപോലെ അഖ്ത്വലും ജരീറും തമ്മിലും ഇതേപോലെ കുറച്ചൊക്കെ ഖണ്ഡനം നടന്നിട്ടുണ്ട്, ഖണ്ഡകാവ്യം നടന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കാലം നീണ്ടു നിന്നത് ജരീറും ഫറസ്ദഖും തമ്മിലാണ്. ഓക്കെ, അതിലിപ്പോ ജരീറിന്റെ ഒരു ചേരി, അതേപോലെ ഫറസ്ദഖിന്റെ ഒരു ചേരി എന്ന രൂപത്തിലൊക്കെ ആളുകൾ തന്നെ എന്ത് ചെയ്തു, 2 ഫിറക്കകളായി മാറി എന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ് ചരിത്രത്തിൽ. ഓക്കെ, അപ്പൊ ഇവര് ആണ് ഖണ്ഡകാവ്യത്തിന്റെ ആളുകൾ. അതോടൊപ്പം ഉമവി കാലഘട്ടത്തിലെ കവികൾ കൂടിയാണ് ഇവർ അല്ലെ. അതേപോലെ ഓപ്ഷൻ ഡിയും, ജമീൽ ബുസൈന, അതാണ് ഇപ്പോൾ ഇവിടെ ആൻസർ ആയി വരുന്നത്. അദ്ദേഹം ഈ ഒരു ഖണ്ഡകാവ്യത്തിൽ വരുന്ന ആളല്ല, എന്നാൽ ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ഉമവി കാലഘട്ടത്തിലെ തന്നെ കവിയാണ് ഇദ്ദേഹവും. ഓക്കെ, ഇവർ 4 പേരും ഉമവി കാലഘട്ടത്തിലെ കവികളാണ്. ഇനിയിപ്പോ ഇവരോട് കൂടെ നമ്മൾ പ്രധാനമായി ഓർത്തു വെക്കേണ്ട മറ്റൊരാളാണ് ഉമർ ഇബ്നു അബി റബിയ. ഉമർ ഇബ്നു അബി റബിയയും ജമീൽ ബുസൈനയും ഒക്കെ ഉമവി കാലഘട്ടത്തിലെ പ്രസിദ്ധരായ കവികൾ തന്നെയാണ്. അവര് പ്രസിദ്ധി നേടിയിട്ടുള്ളത് ഗസൽ കവിതയിലാണ്. എന്നുവെച്ചാൽ ഗസൽ എന്ന് പറയുന്ന ഏരിയയിലാണ് അവർ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ഓക്കെ, ശൃംഗാര കവിതകളിലാണ് അവർ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ടുള്ളത് ജാഹിലി, ഇസ്ലാമി, ഉമവി കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഇനിയിപ്പോ ഇതേ ചോദ്യം ഈ നഖായിദുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷവും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൂടി പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പം ചോദിച്ചത് ഇഖ്തരി ത്വഖ്മിൽ ഖാത്തി എന്നാണ്. തെറ്റായ ജോഡി ഏത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. അപ്പൊ അതില് അൽ മുത്തനബി ഷാഇറുൻ നഖായിൽ എന്നാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അബുൽ അത്താഹിയ ഷാഇറുൽ സുഹദ്, അബുൽ ഖാസിം അഷാബി ഷാഇറുൽ ഖൽറാ, അബുൽ അലാ ഉൽ മഅരി അഷാഇറുൽ മുത്തശായിം. അപ്പോ ഇതിലിപ്പം 3 ഓപ്ഷൻ കറക്റ്റ് ആണ്. ഏതോ ഒരു ഓപ്ഷനാണ് തെറ്റുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ നഖായിൽ പറഞ്ഞത് കൊണ്ട് നമുക്കിനി വേഗം അതേ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഷാഇറുൻ നഖായിൽ
എന്ന പേരിൽ അറിയപ്പെട്ട ആളൊന്നല്ല ആര് മുത്തനബി എന്ന് പറയുന്നത്. മറിച്ച് അതിന്റെ ആള് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു ഉമവി കാലഘട്ടത്തിലെ ഈ 3 പേരെയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഓക്കെ, അപ്പോ അതാരൊക്കെയാണ്? ജരീറും അഖ്ത്വലും ഫറസ്ദഖുമാണ്. പിന്നെ ഈ ഓപ്ഷനിൽ ഇപ്പൊ ബാക്കിയുള്ള ആ പിന്നെ ലഖബുകൾ കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഇവരുമായി ബന്ധപ്പെട്ട്. അബുൽ അത്താഹിയ, അദ്ദേഹം ഷാഇറുസ്സുഹദ് എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. എന്നുവെച്ചാൽ പരിത്യാഗി ആയിട്ടുള്ള കവിയാണ്. എന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ഇതേപോലെ ദുനിയാവിൽ നിന്ന് വിരക്തി നേടിയ രൂപത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കവിതയും ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അബുൽ അത്താഹിയയുടെ കവിതകൾ അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ്. അതുപോലെ തന്നെ മോഡേൺ പീരീഡിലെ കവിയാണ് ആര്? അബുൽ ഖാസിം അഷാബി. അദ്ദേഹം ഷാഇറുൽ ഖദറാ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ അടുത്തത് അബുൽ അലാ ഉൽ മഅരി. ഇദ്ദേഹം ഏത് കാലഘട്ടക്കാരനാണ്? അബ്ബാസി കാലഘട്ടക്കാരനാണ്. അദ്ദേഹത്തെ ഒരു ലഖബാണ് അഷാഇറുൽ മുത്തശായിം എന്ന് പറയുന്നത്. അഷാഇറുൽ മുത്തശായിം എന്ന് വെച്ചാൽ ഈ ശകുനപ്പിഴ, ശകുനപ്പിഴക്കാണ് മുത്തശായിം എന്ന് പറയുന്നത്. അപ്പോ എല്ലാറ്റിനെയും എന്താണ് ഇതേപോലെ പിഴയായി കാണുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്, അബുൽ അല ഉൽ മഅരി. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഷിയാറുൻ നഖായിദിൽ നമ്മൾ പറഞ്ഞു. ഷുറാഉൻ നഖായിദ് ആരൊക്കെയാണ്? അഷാഇർ ജരീർ, അഷാഇറുൽ ഫറസ്ദഖ്, അഷാഇറുൽ അഖ്തൽ. ഇവർ 3 പേരുമാണ് ഇതിന്റെ ആളുകൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും വളരെ ആക്റ്റീവായി തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അതിന് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാവരോടും പറയാനുള്ളത്, ഇന്ന് നിങ്ങളിപ്പോ ഈ ഉള്ള ഈ ഒരു ആവേശത്തോടെ തന്നെ എക്സാം വരെ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ആരും ടെൻഷൻ ആവേണ്ടതില്ല എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷെ ടെൻഷൻ ആവാതെ ഇങ്ങനെ നിന്നാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? സമയം ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ നമ്മുടെ മുമ്പിലുള്ളത് വളരെ വലിയ ഒരു സൗഭാഗ്യമാണ്. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട് നമുക്ക്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠനത്തിന് വേണ്ടിയിട്ട് ഇത്തവണ കുറച്ച് സമയം മാറ്റി വെക്കണം. കാരണം നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു കോടതി വിധിയൊക്കെ വന്നപ്പോ നമുക്ക് എന്തായിരുന്നാലും കേട്ടിട്ട് കിട്ടിയേ തീരൂ എന്നുണ്ടെങ്കിലും നമുക്കുള്ളൊരു ആശ്വാസം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ കേട്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഇനി എന്ത് ചെയ്ത് വെച്ചാൽ ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞു, അതില് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? എഴുതിയെടുക്കും. ഇനി സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം വരുന്ന എക്സാം ആണ് വരാൻ പോകുന്നത്. അതിലും ഒരു പക്ഷേ ചിലപ്പോ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോഴും നമ്മള് പഠിക്കാതെ ഇങ്ങനെ നിന്ന് എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോ പിന്നെ എണ്ണപ്പെട്ട കുറച്ച് ആളുകളായി മാത്രം അവശേഷിക്കും കേട്ടിട്ട് കിട്ടാത്തവർ. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഒന്നുകൂടി ഈ ഒരു നിയമം ശക്തി കൂട്ടും, കടുപ്പം കൂട്ടും. അപ്പൊ പിന്നെ നമുക്ക് പ്രയാസമായി മാറും. അപ്പൊ പിന്നെ ജോലിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്നായി ലീവൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങള് കുറച്ച് നിങ്ങളുടെ ബിസിയൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെച്ച് പഠിക്കാൻ തയ്യാറായാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതിന് ഉതകുന്ന രൂപത്തിൽ നല്ല നോട്ട്സ്, ക്ലാസ്സുകൾ, അതേപോലെ തന്നെ മോഡൽ ടെസ്റ്റ് വളരെ പ്രധാനമാണ്. മോഡൽ ടെസ്റ്റ് നിങ്ങൾ എന്തായിരുന്നാലും അറ്റൻഡ് ചെയ്യണം. ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എല്ലാം വായിക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ഓപ്ഷൻ കറക്റ്റ് ആയി തോന്നുന്നത് അത് ആൻസർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവസാനം അത് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വ്യൂ സ്കോർ കാണാനാവും. ആ വ്യൂ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ 10 ക്വസ്റ്റ്യൻ ആണുള്ളതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു 5 എണ്ണം തെറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ ആ 5ഉം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി വായിച്ചു നോക്കുക. ഏതാണ് തെറ്റിയത്, അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് എന്ന് നോക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടെസ്റ്റ് വീണ്ടും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതൊക്കെ നമുക്ക് നമ്മുടെ വിജയം എളുപ്പമാക്കാൻ സഹായകമായി തീരും. എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും ഈ രൂപത്തിൽ പഠനവുമായി കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാ കേട്ടറ്റ് പോലുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടാൻ ഫോക്കസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സഹായകമായിട്ടുണ്ട്. അതേ രൂപത്തിൽ നിങ്ങൾക്കും സഹായകമാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ അത് സഹായകമാവണമെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഓക്കെ, ജോയിൻ ചെയ്യുക എന്നുള്ള കടമ്പ നിങ്ങൾ ഓരോരുത്തരും കടന്നിട്ടുണ്ട്.
അതോടൊപ്പം ഇനി ആ കോഴ്സ് ഫോളോ ചെയ്യലാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം ആക്റ്റീവായി തന്നെ ഈ ഒരു ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്സവാഇക്കും വ ഇലാഹുന അത്രുക്കുക്കും ഫി റായത്തില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.